കടന്നു വന്നത്. അത് മറ്റൊന്നുമല്ല, സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരായിരിക്കുന്ന നമ്മോടുകൂടെ പാർക്കുവാൻ കാലമായിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള സത്വർത്തമാനം അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ദേശത്തുനിന്ന് കടന്നു പോകും. ഒരു ഗാനം ഇപ്പോൾ ആലപിക്കുന്നതായിരിക്കും. ദുഃഖത്തിൽ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴിയടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം തൻ കരത്തിനാ ദൈവശക്തിയാ. ദുഃഖത്തിൽ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴിയടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം കരത്തിനാ ദൈവശക്തിയാ. യേശു എൻ്റെ ആത്മനാഥനും കൈവിടില്ല ഒരു നാളുമെന്നെ. ആകാശം ഭൂമി സർവം മാറിപ്പോയാലും മാറില്ല നിന്റെ ദൈവം വിടുതൽ നൽകിടും. ആരുമാലംബം ഇല്ലാത്ത വേളകളിൽ തിരുമാർവിൽ മറച്ചു നാഥൻ നമ്മിൽ ആശ്വാസം നൽകും, സഹായം നൽകും. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന സ്റ്റേറ്റിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ
പുത്തൻകുരിശ് എന്നറിയപ്പെടുന്ന ഈ പുത്തൻകുരിശ് കവലയിൽ ദൈവത്തിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള ആലോചന അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഈ പട്ടണത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ കുരിശുപള്ളിയിൽ ബൈബിളിൽ ഒരു വചനം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അവരുടെ ഡിസ്പ്ലേ ബോർഡിൽ യോഹന്നാൻ 8:32 ഇങ്ങനെ പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ ഒരുക്കിയിട്ടുമില്ല. മനുഷ്യ ഹൃദയം അത് ചിന്തിച്ചൊരുങ്ങുന്നില്ല. എന്നാൽ ദൈവം തന്റെ ആത്മാവിന് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അറിവില്ലായ്മയുടെ ഒരു കൂമ്പാരമാണ് മനുഷ്യൻ. അവൻ ആരെന്ന് അവൻ അറിയില്ല. അവൻ എങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ചു എന്നവൻ അറിയില്ല. ആരാണ് അവനെ ജനിപ്പിച്ചതെന്ന് അവൻ അറിയില്ല. അവൻ ഈ ഭൂമിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തുകൊണ്ട് അവന് പ്രായമാകുന്നു, എന്തുകൊണ്ട് അവൻ മരിച്ചു പോകുന്നു എന്നവൻ അറിയുന്നില്ല. മരിച്ചാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. തുടർന്നുള്ള അവന്റെ ജീവിതം എങ്ങനെയാണെന്ന് അവൻ അറിയില്ല. അറിവില്ലായ്മയുടെ ഒരു കൂമ്പാരമാണ് മനുഷ്യൻ. എന്നാൽ അവൻ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവന്റെ ശരീരമുണ്ടാക്കപ്പെട്ട 79 അവയവങ്ങളിൽ ഒരവയവമായ വയറ്. ആ വയറ് വിശക്കുന്നതുകൊണ്ട് അവൻ പോലും അറിയാതെ ആ വിശപ്പടക്കുവാൻ തക്കവണ്ണം അവൻ വഴികളെ അന്വേഷിക്കും. വിശപ്പടക്കുവാൻ ഈ ഭൂമിയിൽ ധാരാളം വിഭവങ്ങൾ അത്യുന്നതനായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അവൻ കൈനീട്ടുമ്പോൾ ഈ ലോകത്തിലെ ഒരു വ്യവസ്ഥയുണ്ട്. പണം തന്നാലേ അത് നിനക്ക് തരികയുള്ളൂ. പണം അന്വേഷിച്ചു പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ ചുമ്മാ പണം കിട്ടില്ല. നീ അധ്വാനിക്കണം, നീ ഒരു ജോലി എടുക്കണം. അങ്ങനെ ജോലിക്ക് വേണ്ടി അലയുമ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് വെറുതെ ഒരു ജോലി കിട്ടില്ല, നീ പഠിക്കണം. നീ പഠിച്ചതിനനുസരിച്ച് നിനക്ക് ജോലി കിട്ടൂ. നീ പഠിച്ച അതിനനുസരിച്ച് നിനക്ക് ശമ്പളം കിട്ടൂ. അതനുസരിച്ച് നിനക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റൂ. അതനുസരിച്ച് നിന്റെ വയറിലേക്ക് അത് കൊടുക്കുവാൻ കഴിയൂ. പക്ഷെ ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നു. പക്ഷെ എങ്കിലും മനുഷ്യൻ മരണത്തോടടുക്കുന്നു. മനുഷ്യനെ മരണം തോൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ഗോധയിലാണ്, ഒരു യുദ്ധക്കളത്തിലാണ്. അവൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? അവൻ പോലും അറിയാത്ത ഒരു ശത്രു അവന്റെ മുൻപിലുണ്ട്. ആ ശത്രുവിന്റെ പേരാണ് മരണം. മരണമെന്ന ശത്രുവിനോട് അവൻ ഭക്ഷണം കൊണ്ട് യുദ്ധം ചെയ്യുന്നു, ഭൗതിക ഭക്ഷണം കൊണ്ട്. പക്ഷേ യാതൊരു കാര്യവുമില്ല. എത്ര ഭക്ഷണം കഴിച്ചാലും, ഒരു 7 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ പോലും മരണമെന്ന ഭീകരനെ പിടിച്ചു കിട്ടുവാൻ കഴിയാതെ മരണമെന്ന ഭീകരന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു മനുഷ്യനെയാണ് നാം ലോകത്തിൽ കാണുന്നത്.
ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും മതങ്ങൾ നമ്മളെ രക്ഷിക്കുമായിരിക്കാം. എന്നാൽ ഒരു മതത്തിനും മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുവാൻ കഴിയുകയില്ല. മതങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആലോചനകളാണ്. അത് പലരും പല രീതിയിൽ ചിന്തിക്കുന്നു, അവർ ചിന്തിച്ചോട്ടെ. എന്നാൽ മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവരാജ്യത്വ സുവിശേഷം. വിശുദ്ധ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവപുത്രനായ ക്രിസ്തു ഇങ്ങനെ അരുളി ചെയ്തു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സർവലോകത്തിന് സാക്ഷ്യമായി ഭൂലോകമൊക്കെയും അറിയിക്കും, അതോടെ അവസാനം. എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം? പ്രിയ സഹോദരങ്ങളെ, രാജ്യത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തോട് മനുഷ്യർ ഒരു കുടുംബമായി ജീവിക്കുന്നതാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. സദ്വാർത്ത. ദൈവത്തിന്റെ പരമാധികാരമുള്ള കുടുംബത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നതാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ചും മരണമില്ലാത്ത, താൻ മാത്രം അമർത്യതയുള്ള ദൈവത്തോടുകൂടെ ജാതിയിലും മതത്തിലും സംഘടനകളിലും ഗ്രൂപ്പുകളിലും എല്ലാം കുടുങ്ങിപ്പോയ മനുഷ്യർ, പ്രത്യേകിച്ചും മരണത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യർ ഈ ദൈവവുമായി ഒരുമിച്ച് ഒന്നായുള്ള ഒരു കുടുംബ ജീവിതമാണ് ഈ രാജ്യത്വ സുവിശേഷം. ഈ രാജ്യത്വ സുവിശേഷത്തിന്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, മരണമെന്ന വലിയ ഭീകരന്റെ കയ്യിൽ നിന്ന് മാനവരാശിയെ രക്ഷിച്ചെടുക്കുവാൻ ഇവിടത്തെ വിദ്യാഭ്യാസത്തിനോ യൂണിവേഴ്സിറ്റികൾക്കോ ആശുപത്രികൾക്കോ മെഡിക്കൽ ഷോപ്പിനോ ഓപ്പറേഷനോ രാഷ്ട്രീയ സംഘടനകൾക്കോ മതങ്ങൾക്കോ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തെ സുവിശേഷമാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കായി സ്വർഗത്തിലെ ദൈവം താൻ സ്നേഹിക്കുന്ന മാനവരാശിയായ നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഒരു മതത്തിനോ സംഘടനയ്ക്കോ വിദ്യാഭ്യാസത്തിനോ ഗവൺമെന്റിനോ തരാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളത്. ആ യഹോവ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തരുന്ന ഒരു പാക്കേജാണ്, ഒരു സദ്വാർത്തയാണ്. യേശു ക്രിസ്തുവിലൂടെ, തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ താൻ ഈ ഭൂമിയിൽ പ്രസംഗിച്ച രാജ്യത്വത്തിന്റെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ സുവിശേഷം ഞാൻ ഏറ്റെടുത്താൽ എന്താണ് ഗുണമെന്ന് ചോദിക്കുന്ന ഒരു പൈതൽ ഇവിടെ ഉണ്ട് എങ്കിൽ, ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഉണ്ട് എങ്കിൽ അവരോട് പറയട്ടെ, ആ സുവിശേഷം ഏറ്റെടുത്താൽ നിന്റെ ഗുണമെന്ന് പറയുന്നത് ഇതാ, ആ സുവിശേഷം നീ ഏറ്റെടുക്കുന്ന നിമിഷം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണം പരാജയപ്പെടും. നിന്നെ മരണത്തിൽ നിന്ന് ദൈവരാജ്യത്വ സുവിശേഷത്തിന്റെ ഒരു സ്റ്റെപ്പായ പുതിയ സൃഷ്ടിയിലൂടെ നിന്നെ മരണത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വീണ്ടെടുക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിലെ വാഗ്ദത്തത്തിൽ ഇങ്ങനെ പറയുന്നത്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞെ, പ്രിയ മകനെ, ഈ ലോകത്തിനോ ലോകത്തിലെ ഗവൺമെന്റുകൾക്കോ വിദ്യാഭ്യാസത്തിനോ മതത്തിനോ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നമുക്ക് തരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥനായ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തന്റെ രാജ്യത്വ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുകയാണ്.
രാജ്യത്തെ സുവിശേഷത്തിൽ എന്താണ് സന്ദേശം? മരണമില്ലാത്ത ദൈവവും മരണമുള്ള മനുഷ്യനും കൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഈ ഉടമ്പടിയുടെ പേരാണ് പുതിയ ഉടമ്പടി. ഈ ഉടമ്പടിയുടെ പേരാണ് പുതിയ ഉടമ്പടി. ഈ ഉടമ്പടിയെ കുറിച്ച് പ്രിയ കുഞ്ഞുങ്ങളെ വിശുദ്ധ ബൈബിൾ പറയുന്നുവെങ്കിലും, ഈ ഉടമ്പടിയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തതയോടെ പറയുന്നുവെങ്കിലും, പലപ്പോഴും പിശാചിന്റെ പ്രവൃത്തികൾ മൂലം പുതിയ ഉടമ്പടി എന്തെന്ന് പുതിയ ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് പോലും പുതിയ ഉടമ്പടി എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഇരിക്കുന്നു. ഈ ഒരു തലത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ, എന്താണ് പുതിയ ഉടമ്പടി? പുതിയ ഉടമ്പടിയാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം. മരണമില്ലാത്ത അത്യുന്നതനായ പ്രപഞ്ച സൃഷ്ടിതാവായ നമ്മുടെ സൃഷ്ടിതാവായ ദൈവവും മരണമുള്ള മനുഷ്യരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുള്ള ഗുണമാണ് ഒന്നാമത്, നമ്മുടെ ജീവിതത്തിലെ മരണം മാറ്റി സ്വർഗത്തിലെ ദൈവം തന്റെ കുടുംബത്തിലേക്ക് തന്റെ പുത്രന്മാരായി, മരണമില്ലാത്ത നിത്യം ജീവിക്കുന്ന പുത്രന്മാരായി നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ഇതാ ഇതുവരെയും നമുക്ക് പരിചയമില്ലാത്ത, ഇതാ നമുക്ക് ഒരു പിതാവുണ്ടെന്ന്, മരണമില്ലാത്തൊരു പിതാവുണ്ടെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാവുകയാണ്. നമുക്ക് ഭൂമിയിലെ നമ്മുടെ പിതാക്കന്മാരെ അറിയാം, നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, നമ്മൾ അവരെ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ കരുതുന്നു. ഒരു ശശിയും ഒരു മൊയ്തീന്, ഒരു ജോസഫ്, ഒരു ജോർജ്, ഒരു സദാനന്ദനുമൊക്കെ നമ്മുടെ ഭൂമിയിലെ പിതാക്കന്മാരായിരിക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അവരെല്ലാം സ്നേഹിക്കുക, ബഹുമാനിക്കുക. എന്നാൽ അവരെല്ലാം മരണത്തിന്റെ കീഴിൽപ്പെട്ടവരാണ്. എന്നാൽ ഈ പിതാക്കന്മാർക്കും അപ്പുറം മരണമില്ലാത്ത ഒരു പിതാവ് നമുക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു രാജ്യത്തെ സുവിശേഷത്തിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് 12:32 ഇങ്ങനെ പറയുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യത്തെ കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നമ്മളെ ഒരാളെ പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് നിങ്ങൾക്ക് ഭൂമിയുടെ ഭരണം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ കുരിശുപള്ളിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഡിസ്പ്ലേ, LED ഡിസ്പ്ലേയിൽ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുക്രിസ്തു ആ പറഞ്ഞ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 സത്യങ്ങൾ വെളിപ്പെടുകയാണ്. നാം അറിയാത്ത മരണമില്ലാത്ത ഒരു പിതാവ് നമുക്കുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. 2, ആ പിതാവ് ഭൂമിയുടെ ഭരണ കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ പുത്തൻകുരിശിലെ, ഈ കവലയിലെ മാത്രമല്ല, എന്നെ ഈ ശബ്ദ കാഴ്ചവരയിൽ ഓൺലൈനിലൂടെ കേൾക്കുന്ന സകലരോടും ഇതാ നിങ്ങളോട് ചോദിക്കുക, ഈ 2 സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടുവോ? ഈ 2 സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടുവോ? എനിക്കറിയാവുന്ന ഒരു അപ്പനാണ് എന്റെ ഭൂമിയിലെ അപ്പനായ ജോസഫ്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു, മരണമില്ലാത്ത ജോസഫിന് മരണമുണ്ട്, മരണമില്ലാത്ത ഒരപ്പൻ എനിക്കുണ്ട്, സ്വർഗസ്ഥനായ പിതാവാണ്. സർവചരാചരങ്ങൾക്കും ജീവൻ കൊടുത്ത ആ അപ്പന് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല എന്നോ. പക്ഷെ എന്നെയും നിങ്ങളെയും ഓർത്ത്, ഹൃദയത്തിൽ നമ്മളെ ഓർത്ത് എരിയുന്ന ഒരു പിതാവുണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ആ സത്യം എന്നെ സ്വതന്ത്രമാക്കി. എന്റെ പ്രിയമകനെ, പ്രിയമകളെ, ഇതാ അപ്പച്ചമാരെ, അമ്മച്ചമാരെ, ആന്റിമാരെ, നിങ്ങളുടെ എല്ലാവരോടും ചേർത്തെന്ന് പറയട്ടെ, രാജ്യത്തെ സുവിശേഷത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. 1, രാജ്യത്തെ സുവിശേഷത്തിൽ നിനക്ക് മരണമില്ലാത്ത നിന്റെ സൃഷ്ടാവായ സ്വർഗസ്ഥ പിതാവുമായി ഒരുമിച്ച് ജീവിക്കാം. 2, ആ സ്വർഗസ്ഥ പിതാവ് എന്നേക്കും നിന്റെ പിതാവ് എന്നുള്ള ആ അവസ്ഥയിൽ, ആ സ്വർഗീയ ഭവനത്തിൽ HPR, ഹെവൻലി പെർമനന്റ് റെസിഡൻസ്, അവിടുത്തെ സ്ഥിരം ഒരു താമസം നിനക്ക് സ്വന്തമാക്കാം. കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും
അമേരിക്കയിലെയും ഗ്രീൻ കാർഡിനും PR വേണ്ടി ഓടി നടക്കുന്ന പൈതലി, ആ PR കിട്ടുന്ന നല്ലതാ, പക്ഷെ മരണം അത് മോഷ്ടിച്ച് എടുക്കും. എന്നാൽ HPR, ഹെവൻലി പെർമനന്റ് റെസിഡൻസ്, നിന്റെ സൃഷ്ടാവോട് കൂടെയുള്ള നിത്യമായ വാസം നിനക്ക് ലഭിച്ചാൽ അത് മരണത്തിന് മോഷ്ടിച്ചെടുക്കുവാൻ കഴിയുകയില്ല. അത് മരണത്തിന്റെ അപ്പുറമാണ്. മറ്റൊന്ന് നിനക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറുകണികയായ ഭൂമിയുടെ ഭരണം. ഭൂമിയിലെ നിത്യരാജാവായി, നിത്യം വാഴുന്ന ഗവൺമെന്റിന്റെ നിത്യരാജാവായി നീ മാറുകയാണ്. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എന്റെ പ്രിയമകനെ, പ്രിയമകളെ, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ ഈ മഹാസുവിശേഷം, രാജ്യത്വ സുവിശേഷം, ഈ സുവിശേഷം ഏറ്റെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഈ കവലയിൽ പലരും പ്രസംഗിച്ചിട്ടുണ്ട്, ഇതുപോലൊരു സുവിശേഷ പ്രസംഗം ആരും പ്രസംഗിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് പറഞ്ഞത് രാജ്യത്വ സുവിശേഷമാണ്. ഈ പ്രസംഗം പ്രസംഗിച്ച വ്യക്തി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു 3.5 വർഷക്കാലം ഭൂമിയിൽ വന്ന് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പേരാണ് രാജ്യത്വ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ജംഗ്ഷനിൽ പലരും സുവിശേഷം പ്രസംഗിച്ചത് കേട്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. തീർച്ചയായും അത് സുവിശേഷമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതുമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും, ദൈവത്തോടുകൂടെ നിത്യമായി എനിക്ക് ജീവിക്കണം, ഭൂമിയുടെ ഭരണാധികാരിയായി, രാജാവായി എനിക്ക് മാറണം, യേശുവിനെ കൂടെ എനിക്കും ഈ ഭൂമിയിൽ വാഴണം, മരണമില്ലാത്ത നിത്യജീവങ്കിലേക്ക് എനിക്ക് പ്രവേശിക്കണം. പ്രിയമകനെ, പ്രിയമകളെ, അതിനെന്താണ് വഴി എന്ന് നീ ചോദിക്കുന്നതെങ്കിൽ അതിന് ഏക വഴി മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ഏതെങ്കിലും ഒരു രക്ഷകൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഭൂമിയിൽ അനേക രക്ഷകന്മാര് വന്നിട്ടുണ്ട്. ഇതാ ഓരോ രാജ്യങ്ങളെയും അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, മഹാന്മാരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇതാ ഫിഡൽ കാസ്ട്രോ ക്യൂബയെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മളുടെ ഇന്ത്യയെ മഹാത്മാഗാന്ധി നമ്മളെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. എങ്കിലും മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു രക്ഷകനെ നമ്മൾ ഇതുവരെ കണ്ടില്ല. എന്നാൽ പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നമുക്ക് തരുന്ന രാജ്യത്തെ സുവിശേഷത്തിൽ നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു രക്ഷകനെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, തന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് മാനവരാശിയെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗസ്ഥ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു നാമമില്ല, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. പ്രിയ കുഞ്ഞെ, പ്രിയ മകനെ, പ്രിയ മകളെ, ഈ ദൈവം നമുക്കൊരുക്കുന്ന ദൈവരാജ്യത്വ സുവിശേഷത്തിലെ മഹാസന്ദേശത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണമെങ്കിൽ ഇതാ ആദ്യം നമ്മൾ മരണത്തിൽ നിന്ന് പാപത്തിൽ രക്ഷപ്പെടണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു നാമമേ ഉള്ളൂ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. പ്രിയ മകനെ, പ്രിയ മകളെ, ഇതാ ഈ പുത്തൻ കുരിശ് പട്ടണത്തിൽ ഇതാ ഈ ശബ്ദ കാഴ്ചപ്പതിൽ അനൗൺസ് ചെയ്യുകയാണ്. അല്ലാതെ വേറൊരു നാമമില്ല, വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അത്യുന്നതനായ ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും എന്ന് പ്രിയമകനെ, പ്രിയമകളെ, നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇതാ ഈ യുഗം അവസാനിക്കാറായി. യേശു ക്രിസ്തു
ജെറുസലേം തലസ്ഥാനമാക്കി ഈ ലോകത്തെ വാഴുന്ന പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുകയാണ്. ആ ഗവൺമെന്റ് മറ്റൊരു ജാതിക്ക് കൈമാറുകയില്ല എന്ന് പഴയ ഉടമ്പടി പുസ്തകത്തിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതാ 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ ലോക സാമ്രാട്ടായ ഇതാ ബാബിലോൺ കിങ്ഡത്തിന്റെ കീഴിൽ ഭരിച്ചുന്ന നെബൂഖദ്നേസർ എന്ന രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ ചെറുപ്പക്കാരനായിരിക്കുന്ന ദാനിയേൽ എന്ന പ്രവാചകൻ ദൈവാത്മാവിനാൽ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു യെരൂശലേം തലസ്ഥാനമാക്കി ഇതാ ഒരു കിങ്ഡം ആരംഭിക്കാൻ പോകുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരിക്കലും അവസാനിക്കാത്ത ഒരു കിങ്ഡം യെരൂശലേം തലസ്ഥാനമാക്കി ആരംഭിക്കാൻ പോവുകയാണ്. പ്രിയമകളെ, ഇത് ഞാൻ നിന്നോട് പറയുമ്പോൾ ആ ഗവൺമെന്റിലേക്ക് ആ യേശു ക്രിസ്തുവിനോട് വാഴുന്ന ഒരു MLA ആയിട്ടല്ല, ഒരു MP ആയിട്ടല്ല, ഒരു മന്ത്രിയായിട്ടല്ല, ഒരു രാജാവായി നിനക്കും കൂടെ ഇൻവിറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ വിളി, അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കുക. ഇതാ ഇലക്ഷൻ വരികയാണ് നമ്മുടെ നാട്ടില്. ഇതാ അനേകം നോമിനേറ്റ് ചെയ്തിട്ടുള്ള 543 ഇതാ സീറ്റ്, ലോകസഭാ സീറ്റുകളിലേക്ക് നോമിനേഷൻ ലഭിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ നമ്മുടെ അടുക്കളേക്ക് ഓടി വരികയാണ്. അവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ വിളിയ, അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവർ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കത് ലഭിക്കട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ, നമ്മുടെ പ്രിയങ്കരനായ നേതാവിന് ആ വോട്ട് സമർപ്പിക്കുമ്പോൾ, ഇതാ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ജൂൺ 4-ാം തീയതി ആ ഇലക്ഷന്റെ റിസൾട്ട് കടന്നു വരുമ്പോൾ ജയിക്കുന്ന പാർട്ടി ഭരണത്തിലേക്ക് കടന്നു വരും. നല്ലത് വരട്ടെ. എന്നാൽ ആരും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നില്ല എങ്കിൽ 5 വർഷം അവർക്ക് ഭരിക്കാം. അത് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കണം. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനു മുമ്പേ ഒഴിഞ്ഞു കൊടുക്കണം. എന്നാൽ പ്രിയ മകളെ, നിന്നെ വിളിക്കുന്നത് ഒരു MLA-യോ MP-യോ മന്ത്രിയോ ആയിട്ടല്ല, നിന്നെ വിളിക്കുന്നത് ഒരു രാജാവായിട്ടാണ്. 5 വർഷം കൊണ്ട് ഒഴിഞ്ഞെടുക്കുന്ന ഒരു സീറ്റിലേക്കല്ല നിന്നെ വിളിക്കുന്നത്. ഭൂമിയെ നിത്യം വാഴുന്ന മരണമില്ലാത്ത ദൈവത്തിന്റെ ഗവൺമെന്റിലേക്കാണ് നിന്നെ രാജാവായി ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ രാജ്യത്വ സുവിശേഷത്തിലൂടെ. ഒരുപക്ഷെ നീ ചിന്തിക്കും, ഇതുവരെ ഈ കവലയിൽ ഇതൊന്നും ആരും പ്രസംഗിച്ചിട്ടില്ലല്ലോ. എന്റെ മകളെ, അതാണ് നീ ആദ്യം കേട്ടത്. സത്യം നീ അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. ഇതാണ് നിന്നെക്കുറിച്ചുള്ള സത്യം. നീ നിന്നെക്കുറിച്ച് കേട്ടത് ഇതാണ്. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു. ഇതാ വയറ് വിശക്കുമ്പോൾ നീ കരഞ്ഞു. നിന്റെ വയറിലെ വിശപ്പ് മാറ്റാൻ അമ്മ പാല് തന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാരക്സ് തന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതാ കഞ്ഞി തന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പച്ചക്കറിയും ഇറച്ചിയും തന്നു. പിന്നെ നീ തന്നെ വാരി കഴിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ നീ സ്കൂളിലേക്ക് പോയി, കോളേജിലേക്ക് പോയി, ഒരു ജോലിക്ക് കയറി, വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളായി, നിനക്ക് വയസ്സായി, രോഗത്തിലായി, നീ മരിച്ചു. അതാണ് നിന്റെ കഥ. എന്നാൽ ആ കഥയ്ക്കപ്പുറം ഒരു സത്യമുണ്ടെന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനം നിന്നെ അറിയിക്കുകയാണ്. നിന്നെ മരിക്കാൻ വിട്ടുകൊടുക്കാൻ നിന്റെ സൃഷ്ടാവായ ദൈവത്തിന് മനസ്സില്ല. പകരം ക്രിസ്തുവിൽ നിന്നെ ദൈവത്തിന്റെ മകനായി തന്റെ മാറിലേക്ക് അണയ്ക്കുക. നിന്റെ സ്വർഗസ്ഥ പിതാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് ഇതാ നീ ഒരു പൈസയും കൊടുക്കേണ്ട, ഒന്നും പൂമാലയും എണ്ണയും വെടിക്കെട്ടും കൊടുക്കേണ്ട. അതൊന്നും ദൈവത്തിന് വേണ്ട. അതൊക്കെ മതങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നിന്റെ അപ്പന് വേണ്ടത് നിന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയം നിന്റെ അപ്പന് കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, അപ്പാ സൃഷ്ടാവായ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത ദൈവമേ എന്ന് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ രക്ഷിക്കുവാൻ പറഞ്ഞയച്ച അങ്ങയുടെ പുത്രനായ യേശുവിനെ ഞാനിതാ എന്റെ കർത്താവ്, എന്നെ മരണത്തിൽ രക്ഷിക്കുന്ന രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചനുസരിച്ച് അങ്ങിലേക്ക് എത്തുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്ന നിമിഷം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മഹാഭാവി നിന്നിലേക്ക് വന്നു ചേരുവാനിടയാകും. പ്രിയമകനെ, പ്രിയമകളെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്, യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ മരണത്തിൽ നീക്കുവാൻ അത്യുന്നതനായ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയ സൗഭാഗ്യമാണ്, മാർഗമാണ്, സുവിശേഷമാണെന്ന് തീരുമാനിച്ചും വിശ്വസിച്ചും കൊണ്ട് പ്രിയമകനെ, യേശുവിന്റെ നാമം വിളിച്ചപിച്ച് രക്ഷപ്പെടുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ കടന്നു പോകുന്നു.
ഇനി പുത്തൻകുരിശ് പട്ടണം പറയരുത്, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുവാനായിട്ട് ഇടയാകരുത്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങളോട് കൂടെയുള്ള സഹോദരന്മാർ സഹോദരിമാർ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഇതാ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടീസിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതാ മരണമില്ലാത്തവരായി ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമിയുടെ നിത്യരാജാക്കന്മാരായി തീരുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സത്യം അറിയുമ്പോൾ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് കേട്ടോ. ഇതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നവർ ആ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ടെ. ഇവിടെ പൂക്കാട്ടുപടിയിൽ, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ടുപടിയിൽ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. എല്ലാ മാസവും 6 ദിവസം ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന, അടുത്ത മെയ് മാസം 6-ാം തീയതി തുടങ്ങുന്ന ഇതാ എല്ലാ മാസവും ഉള്ള ധ്യാനമുണ്ട്, വചന ധ്യാനം. അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ ഞങ്ങൾ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പുത്തൻകുരിശ് ദേശത്ത് അങ്ങനെ രാജ്യത്തെ സുവിശേഷത്തിന്റെ അനൗൺസ്മെന്റ് അറിയിപ്പാൻ, സാക്ഷ്യമായി അറിയിപ്പാൻ അങ്ങ് ഞങ്ങളെ ഉപയോഗിച്ചതിനായി നന്ദി. ഈ ജനത്തെ, ഇവിടെയുള്ള എല്ലാ നാട്ടുകാരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ബിസിനസ്സുകളെ, ഇവിടെ കാർ ഓടിക്കുന്നവരെ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ, എല്ലാവിധ വ്യാപാരം ചെയ്യുന്നവരെ, അതിനുവേണ്ടി വാങ്ങുവാൻ കടന്നു വന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ ബിസിനസിനെ അനുഗ്രഹിക്കണം, ഈ നാടിനെ അനുഗ്രഹിക്കണം, ഈ പുത്തൻകുരിശ് ദേശത്തിന്റെ ഭരണാധികാരികളെ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ അനുഗ്രഹം ഇവരുടെ കുടുംബങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും ഓഫീസുകളെയും കടകളെയും ബിസിനസിനെയും മാത്രമല്ല നിത്യമായി അങ്ങയോട് കൂടെ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിച്ച് കടന്നു പോകുന്നു. നിങ്ങൾ നിത്യം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. പ്രൈസ്